ഹലോ. അപ്പോൾ നമ്മുടെ 60കളിലും മുടി തഴച്ച് വളരുന്ന ഒരു എണ്ണയാണ് കേട്ടോ ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. കാരണം എൻ്റെയൊക്കെ മുടി ഒരുപാട് കൊഴിഞ്ഞു പോയിരുന്നു. ഈ എണ്ണ തേച്ച ശേഷമാണ് ബേബി ഹെയർ എല്ലാം വന്നു തുടങ്ങിയിട്ടുള്ളത്. ഇത് ഒരു സംശയമില്ലാത്ത കാര്യമാണ് കേട്ടോ. അപ്പോൾ എൻ്റെ മുടിക്ക് പൊതുവെ ചുരുണ്ടതായതുകൊണ്ട് നീളം പെട്ടെന്ന് വെക്കാൻ ബുദ്ധിമുട്ടാണ്. പക്ഷേ ഇത് വെച്ചിട്ട് നീളം വെച്ചിട്ടുള്ള ആൾക്കാരും ഉണ്ട്. നന്നായിട്ട് തിക്കായിട്ട് മുടി വളരും എന്നുള്ളത് ഉറപ്പാണ്. അപ്പം നമ്മളിവിടെ എടുത്തിട്ടുള്ളത് 3 നെല്ലിക്ക എടുത്തിട്ടുണ്ട്, കുറച്ച് കറിവേപ്പിലയുണ്ട്, കുറച്ച് മുരിങ്ങയിലുണ്ട്, കുറച്ച് പൂവാങ്കുറുന്നിലയുണ്ട്, കുറച്ച് കയ്യുണ്ണിയുണ്ട്, ഒരു 5 ചെമ്പരത്തിപ്പൂ എടുത്തിട്ടുണ്ട്. ഇത്രയാണ് നമുക്ക് അരയ്ക്കാനായിട്ട് വേണ്ടു കേട്ടോ. അപ്പോൾ നെല്ലിക്ക, ചെമ്പരത്തിപ്പൂവ് 5 ഇതളുള്ള ചെമ്പരത്തിയാണ് കേട്ടോ, പിന്നെ കയ്യുണ്ണിയം, മുരിങ്ങയില, കറിവേപ്പില, പൂവാങ്കുറുന്നില അത്ര എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളൊരു പാനിലേക്ക് കുറച്ച് ഉലുവയും കുറച്ച് കരിഞ്ജീരകവും കൂടെ ഇങ്ങനെ പതുക്കി ഒന്ന് വറുത്തെടുക്കുക. വറുക്കാന്ന് പറഞ്ഞാൽ ഒരുപാട് വറുത്തങ്ങോട്ട് പോവണ്ട, ഒന്ന് ഉണങ്ങി കിട്ടുന്ന ഒരു പാകത്തിലേക്ക് വരിക. അതൊക്കെ മൂത്ത ഒരു സ്മെല്ല് വന്നു തുടങ്ങുമ്പോൾ ഓഫ് ചെയ്ത് ഇടണം കേട്ടോ. അപ്പോൾ ഈ എണ്ണ എനിക്ക് പറഞ്ഞു തന്ന എൻ്റെ ഒരു ഫ്രണ്ടാണ്. അവൾക്ക് നന്നായിട്ട് മുടി വളർന്നിട്ടുണ്ട്. തന്നെയല്ല മുടി കൊഴിച്ചിലൊക്കെ മാറി കഷണ്ടി ഉള്ളവർക്കൊക്കെ ഇത് തേക്കാവുന്നതാണ്. പിന്നെ നമുക്ക് ജലദോഷത്തിൻ്റെ ഒരു പ്രശ്നമാണ് ചിലർക്കുള്ള, നീർക്കെട്ട് കയറും. അതിനായിട്ട് നമ്മളിവിടെ കുറച്ച് പനിക്കൂർക്കയുടെ ഇലയും തുളസിയുടെ കൂമ്പും കുറച്ച് കുരുമുളകും കൂടെ ഇട്ട് വേണം കാച്ചാനായിട്ട്. കുരുമുളക് ഇത് പൊടിച്ച് വെച്ചിരിക്കുന്നതാണ്, അത് ഞാനിപ്പോൾ എടുത്ത് കാണിക്കാൻ വേണ്ടിയിട്ട് എടുത്തു എന്നുള്ളൂ. അപ്പോൾ അത്രയും കൂടെ അരച്ചെടുക്കാം. നമ്മളിത് ഇലകളൊക്കെ അരച്ചെടുത്തു. അതുപോലെ തന്നെ നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ളത് നന്നായിട്ട് മിക്സിയിൽ തരിതരപ്പായിട്ട് പൊടിച്ചെടുക്കുക. പൊടിച്ചെടുക്കാൻ നന്നായിട്ട് പൊടിക്കേണ്ട, കുറച്ച് തരിതരിപ്പായിട്ട് തന്നെ പൊടിച്ചെടുത്താൽ മതി. അത് നമ്മൾ എണ്ണ കാച്ചിയിട്ട് ലാസ്റ്റാണ് അത് ഇടുന്നത്. ഇനി നമ്മളൊരു ഇരുമ്പ് ചീനച്ചട്ടി അല്ലെങ്കിൽ നല്ല അടിക്കട്ടിയുള്ള ഉരുളി അതിനകത്ത് വേണം എപ്പോഴും എണ്ണ കാച്ചാൻ. നല്ല കട്ടിയുള്ള പാത്രം വേണം, കാരണം കുറഞ്ഞ തീയിൽ കിടന്നിട്ട് എണ്ണ നന്നായിട്ട് മൊരിഞ്ഞു വരണം. നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള മിശ്രിതം ഒഴിച്ചു അത്രയും തന്നെ വെളിച്ചെണ്ണയാണ് ഞാൻ ചേർക്കാറ് കേട്ടോ. പല അളവിലും ചേർക്കുന്നുണ്ട്. ഞാൻ എത്രത്തോളമാണോ നമ്മൾ അരച്ചതിൻ്റെ ആ ജ്യൂസ് കിട്ടിയിട്ടുള്ളത് അതിൻ്റെ അത്രയും തന്നെ വെളിച്ചെണ്ണ ഞാൻ ചേർത്തു. എന്നിട്ട് ആണ് ഇനി അടുപ്പ് കത്തിക്കാവുള്ളൂ. അടുപ്പ് കത്തിച്ച് ആദ്യം എണ്ണ മൂത്തിട്ടല്ല നമ്മൾ ചേർത്തിട്ടുള്ളത്. രണ്ടും സമസമം എടുത്ത് വെച്ച ശേഷമാണ് കേട്ടോ ഇവിടെ ഞാൻ തീ കൊടുത്തുള്ളൂ. ഇനി പതുക്കെ നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കുക. തീ ഒരുപാട് കൂടാൻ പാടില്ല. തീ വളരെ സ്ലോയിൽ അല്ലെങ്കിൽ കുറച്ച് ഫ്ലെയിം കുറച്ചിട്ട് വേണം കേട്ടോ എണ്ണ കാച്ചിയെടുക്കുക. എണ്ണ കാച്ചാന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക പാകമൊക്കെ ഉണ്ട്. അപ്പോൾ അത് തീ ഒത്തിരി കൂട്ടിയിട്ട് എണ്ണ കത്തിപ്പോകാനും ഇത് കരിഞ്ഞു പോകാനൊക്കെ സാധ്യതയുണ്ട്. അങ്ങനെയൊക്കെ വരുമ്പോൾ മുടി ഉള്ളതും കൂടെ കൊഴിഞ്ഞു പോകും. അപ്പോൾ എണ്ണ കാച്ചുമ്പോൾ അറിയാവുന്നവർ നന്നായിട്ട് കാച്ചെടുത്താൽ മാത്രമേ എണ്ണയ്ക്ക് ബലം ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇത് ഞാൻ തേച്ചിട്ട് എൻ്റെ ശരിക്കും നെറ്റിയുടെ സൈഡിലൊക്കെ മുടി കൊഴിഞ്ഞിരുന്നു. ഇപ്പോൾ ബേബി ഹെയർ ഒത്തിരി വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ മോൻ്റെ മുടി കൊഴിഞ്ഞിരുന്നു, അവനും ഇത് തേക്കാൻ കൊടുത്തിട്ടുണ്ട്. ഇത് ദിവസം തേച്ച് കുളിക്കേണ്ട ആവശ്യമില്ല. ആഴ്ചയിൽ 1-2 ദിവസം നമുക്ക് സമയമുള്ള ദിവസം നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചാൽ മതി. ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് ചെറിയ ഉള്ളി അരിഞ്ഞ് ചേർത്തിട്ടുണ്ട്. അത് കാരണം എന്താണെന്ന് വെച്ചാൽ ഉള്ളി മൂത്തതിൻ്റെ ഒരു ഫ്ലേവർ ആ എണ്ണയ്ക്ക്, കാച്ചിയ എണ്ണയ്ക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ്, വേറെ ഒന്നുമല്ല. അപ്പോൾ ഉള്ളിയും കൂടെ ചേർത്തു. ഉള്ളിയല്ല കേട്ടോ, ഉള്ളി കൂടെ ചേർത്തിട്ട് നമ്മൾ പതുക്കെ ഒന്ന് ഇളക്കിക്കൊള്ളു. കുറച്ച് താമസമുണ്ട്. ഇനി ഇതാ കണ്ട, ആ ഇട്ട ഉള്ളിയെല്ലാം പൊങ്ങി, അതായത് മൊരിഞ്ഞ് പൊങ്ങി വന്നിട്ടുണ്ട് കണ്ടോ. അപ്പോൾ എണ്ണ ആകാറായിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഇതിൻ്റെ അകത്ത് അരച്ചിട്ടിരിക്കുന്ന കക്കൻ എന്ന് പറയില്ലേ, എന്താ പറയുക, പലരും പലതാണ്. അതിൻ്റെ ആ ചണ്ടി, ആ കക്കനുണ്ടല്ലോ, എടുക്കുമ്പോൾ ഇങ്ങനെ മണൽ പോലെ വരണം. അതാണ് ഇതിൻ്റെ ഒരു പാകം. നിന്ന് മണൽ പോലെ വരും. തീ വളരെ കുറിച്ചിട്ട് എണ്ണ കാച്ചാൻ നോക്കണം, അല്ലെങ്കിൽ നമുക്ക് മുടിയൊക്കെ കേടാണ് കേട്ടോ. അപ്പോൾ അതൊന്ന് നോക്കുക. ഉള്ള മുടിയും കൂടെ കൊഴിഞ്ഞു പോയിട്ട് ഇനി പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ. അപ്പോൾ കക്കൻ നല്ല തരിതരിപ്പായിട്ട് മണൽ പോലെ വരുമ്പോഴാണ് എണ്ണ പാകമായി എന്നറിയുന്നത്. അപ്പോൾ നമ്മൾ ഒഴിച്ച എണ്ണയുടെ അളവ് മാത്രമായിട്ട് ഇത് അപ്പം നിൽക്കുവാണ് കണ്ടോ. മറ്റേ വെള്ളം എല്ലാം വറ്റി കഴിഞ്ഞു. അപ്പോൾ ഇതാണ് എണ്ണ എടുക്കേണ്ട ഒരു പാകം. ഇനി നമ്മൾ അതൊരു ബോട്ടിലേക്ക്, ഞാനൊരു കണ്ടെയ്നറിലാണ് അരിച്ചൊഴിക്കണം. കാരണം എന്താ വെച്ചാൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ കണ്ടെയ്നർ എടുത്ത്. ഞാൻ ഇതിലല്ല സൂക്ഷിക്കുന്നത്, ഗ്ലാസ് ബോട്ടിലാണ് എണ്ണ സൂക്ഷിക്കാറ്. അതായത് നമ്മൾ എത്ര പേര് തേക്കുന്നുണ്ട് അത്രയും പേർക്ക് ചെറിയ ചെറിയ കുപ്പികളിലാക്കിയിട്ട് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എണ്ണ കേടാവാതിരിക്കും. എല്ലാവരും കൂടെ ഒരു കുപ്പിയിൽ നിന്ന് യൂസ് ചെയ്യുമ്പോൾ ചിലർ കൈയൊക്കെ പിടിച്ചിട്ട് ഇങ്ങനെ എടുക്കും, കൈ അടച്ചു പിടിച്ചിട്ടൊക്കെ എണ്ണ എടുക്കും. ഇത് ആഴ്ചയിൽ 2 ദിവസമൊക്കെ തേച്ചാൽ മതി, എന്നും തേച്ച് കുളിക്കണമെന്നൊന്നുമില്ല. അതിനകത്തേക്കാണ് കേട്ടോ അരിച്ചു വെച്ച എണ്ണ ചൂടാറുന്നതിന് മുമ്പാണ് നമ്മൾ ഉലുവയും കരിഞ്ജീരകവും പൊടിച്ചതും കൂടെ ചേർക്കുക കേട്ടോ. ഇനി വൈറ്റമിൻ ഇയുടെ ഒരു ക്യാപ്സൂളും നമ്മൾ പൊട്ടിച്ച് ഇതിനകത്ത് ഒഴിച്ചിട്ടാൽ വളരെ നല്ലതാണ്.
നരച്ച മുടി കറക്കും. ഞാൻ തമാശ പറയല്ല, നിങ്ങൾ യൂസ് ചെയ്താൽ നരച്ച മുടി കറക്കാൻ സാധ്യതയുള്ള ഒരു എണ്ണയാണ്. അതുപോലെ തന്നെ ബേബി ഹെയർ നന്നായിട്ട് വരും, മുടി കൊഴിഞ്ഞ ഭാഗത്തെല്ലാം വരും. ഓക്കെ, അപ്പോൾ എൻ്റെ ഇത് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം.